ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 24-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി നമ്മുടെ മുന്നിലുള്ള ബെബ്കോ LDC അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് 3 വോളിയങ്ങളായിട്ടാണ് കിട്ടുന്നത്. 1600 രൂപയാണ് ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത്. 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 10th പ്രിലിംസ് എക്സാം ഒക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. അതേപോലെ അതിൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബെബ്കോ LDC അതേപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമുകൾ. അപ്പോൾ നമ്മുടെ ന്യൂ SCRT NCRT പാഠഭാഗങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു LDC ബുക്ക് നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് സ്വന്തമാക്കുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റുകളാണ്. അപ്പോൾ 2026 ജൂണിൽ വാട്സ്ആപ്പ് ഗ്ലോബൽ മേധാവിയായി നിയമിതനായത് ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആരാണ്? കുനാൽ ഷായാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 2026 ജൂണിലാണ് വാട്സ്ആപ്പ് ഗ്ലോബൽ മേധാവിയായിട്ടാണ് അദ്ദേഹം നിയമിതനാകുന്നത്. അദ്ദേഹം ക്രെഡിന്റെ ഓർത്തു വെക്കുക, ക്രെഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ് എന്നുള്ള കൂടി ഒന്ന് ഓർത്തു വെക്കുക. ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. ക്രെഡ് എന്നുള്ള സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ് ആരാണ്? കുനാൽ ഷാ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അദ്ദേഹം വാട്സപ്പിന്റെ ഗ്ലോബൽ മേധാവിയായിട്ട് നിയമിതനായിരിക്കുകയാണ്. ഇനി 2019 മുതൽ ഈ ഒരു പൊസിഷൻ വഹിച്ചിരുന്നത് ആരാണ്? വിൽ കാത്ത്കാർട്ടാണ്. 2019 മുതൽ വാട്സപ്പ് ഗ്ലോബൽ മേധാവിയായി ആ ഒരു പോസ്റ്റിൽ സ്ഥാനം വഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ആരാണ്? കുനാൽ ഷാ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുനാൽ ഷാ ക്രെഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഒരു ക്രെഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ ഈ ഒരു സ്ഥാപനത്തിൽ മെറ്റ $900 മില്യൺ നിക്ഷേപം നടത്താൻ പോവുകയാണ്. അപ്പോൾ ആ കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുനാൽ ഷായാണ് വാട്സപ്പ് ഗ്ലോബൽ മേധാവിയായിട്ട് നിയമിതനാകാൻ പോകുന്നത്. അദ്ദേഹം ക്രെഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ്. ഇനി മെറ്റ $900 മില്യൺ നിക്ഷേപം ഈ ഒരു കമ്പനിയിൽ നടത്താൻ പോവുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 ജൂണിൽ ഇന്ത്യ അണ്ടർ-18 വോളിബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണെന്ന് ഓർത്തു വെക്കുക. ടോം ജോസഫ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ത്യ അണ്ടർ-18 വോളിബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു മത്സരമാണ് ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ-18 മത്സരമാണ്. ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ടീമിനെയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു ടീമിന്റെ ഇന്ത്യ അണ്ടർ-18 വോളിബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനാകുന്നത് ആരാണ്? ടോം ജോസഫ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്. 2026 ജൂണിൽ കൊളംബിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്? ഏത് രാജ്യത്തിന്റെയാണ്? കൊളംബിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ഓർത്തു വെക്കുക. അബേലാർഡോ ഡി എസ്പിരിയല്ല എന്നുള്ള വ്യക്തിയാണെന്നാണ് കൊളംബിയയുടെ പ്രസിഡന്റ് ആയിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 2026 ജൂണിലാണ് അദ്ദേഹം കൊളംബിയയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണെന്ന് ഓർത്തു വെക്കുക. അബേലാർഡോയാണ് ഈ ഒരു പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരെന്നാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. തുഷാർ മേത്തയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 3 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 3 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ് എന്നുള്ള പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഈ ഒരു ജൂലൈ 1 മുതൽ അദ്ദേഹത്തിന്റെ കാലാവധി 3 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 2018 ഒക്ടോബറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ 2018 മുതൽ ഈ ഒരു പൊസിഷൻ വഹിച്ചു വരുന്ന തുഷാർ മേത്തയുടെ കാലാവധി 3 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞു അദ്ദേഹം ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് രണ്ടാമത്തെ ഉയർന്ന നിയമസ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഈ ഒരു സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഓഫീസർ ആരാണ്? അത് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന സ്ഥാനമാണ്. അപ്പോൾ ഈ ഒരു സ്ഥാനത്തിന് ശേഷം രണ്ടാമതായിട്ട് വരുന്നതാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണെന്ന് ഓർത്തു വെക്കുക. തുഷാർ മേത്തയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 3 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കേരളത്തിലെ തദ്ദേശീയ മേഖലയിലെ സംരംഭകരെ
പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ച പ്രത്യേക പദ്ധതി ഏതെന്നാണ് ഓർത്തു വെക്കുക. ട്രൈ ബാൻഡ്. എന്താണ് ട്രൈ ബാൻഡ് എന്നുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എന്താ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ട്രൈബൽ വുമൺ, നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ. അതേപോലെ ഈ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളിലേക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി എന്താണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതകൾ എന്താണ് കൂടിച്ചേർന്നുകൊണ്ട് പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വസ്ത്രങ്ങളൊക്കെ ഈ ഒരു ബാൻഡിലൂടെ, അതായത് ഈ ഒരു ട്രൈ ബാൻഡിലൂടെ എന്താണ് വിപണിയിൽ എത്തിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ഒരു ഓണ വിപണിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു സംരംഭം അവർ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ട്രൈ ബാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കുടുംബശ്രീയാണ്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെയൊക്കെ അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ അടുത്തിടെ ഇത്തരത്തിൽ ആദിവാസി സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പ്രകൃതിദത്ത നിറങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ വിപണിയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ട്രൈ ബാൻഡിലൂടെ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ദുരന്തത്തിന്റെ കാര്യമാണ്. അതായത് നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ ചെറുതായിരുന്നായിരിക്കും, എന്നാലും നമ്മൾ കേട്ടിട്ടുണ്ടാവും കടലുണ്ടി ട്രെയിൻ ദുരന്തം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കടലുണ്ടി റെയിൽ ദുരന്തത്തിന് 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. 2001 ഈ ഒരു ദുരന്തം നടന്നത്. 2001 ജൂൺ 22-നാണ് ഈ ഒരു ട്രെയിൻ ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക. കടലുണ്ടിയിൽ വെച്ചിട്ടാണ് നടന്നത്. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 50-ലേറെ ആളുകളാണ് ഈ ഒരു ദുരന്തത്തിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ദുരന്തം നടന്നിട്ട് 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ്. അപ്പോൾ ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. എന്തിന്റെ വേദിയാണെന്ന് ഓർത്ത് വെക്കാം. ബ്രിക്സ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മീറ്റിംഗിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. അപ്പോൾ ബ്രിക്സും അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിക്സും അതേപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത്. ഈ ഒരു മീറ്റിംഗിന്റെ വേദിയായത് എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദിയായത്. ഇതിനൊപ്പം തന്നെ നമുക്ക് പഠിച്ചു വെക്കാം നമ്മുടെ ദേശീയ സുരക്ഷാ അഡ്വൈസർ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആര് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അജിത് ഡോവലാണ്. ആരാണ്? അജിത് ഡോവലാണ്. ഇനി അദ്ദേഹവും അതേപോലെ ഈ ഒരു ബ്രിക്സ് പ്രതിനിധികളും ചേർന്നിട്ടാണ് ഈ മീറ്റിംഗ് നടന്നത്. ഇതിൽ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി വികാസങ്ങളെ കുറിച്ച് അവർ ചർച്ചയിലുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ബ്രിക്സ് ഉഭയകക്ഷി രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധവും സഹകരണവും കുറിച്ചുള്ള ഈ ഒരു ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഈ ഒരു ചർച്ചയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണെന്ന് ഓർത്ത് വെക്കുക. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. ബ്രിക്സും അതേപോലെ തന്നെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും തമ്മിലുള്ള മീറ്റിംഗ് ആയിരുന്നു ഇത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സ്കെയിൽ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഒഡീഷയിലാണ് കേട്ടോ. എവിടെയാണ്? ഒഡീഷയിലാണ് ഇത്തരത്തിലൊരു പദ്ധതി സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തറക്കൽ ഇടൽ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ആരാണ് ഈ ഒരു തറക്കൽ ഇട്ടിരിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? കൊമേഴ്ഷ്യൽ സ്കെയിൽ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതിയാണ് സ്ഥാപിതമാവുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ തന്നെ വാണിജ്യപരമായിട്ട് തന്നെ ഈ ഒരു കോൾ ടു അമോണിയം നൈട്രേറ്റ്, അതായത് ഈ കോളിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി എവിടെയാണ് സ്ഥാപിതമാവുന്നതെന്ന് ഓർത്ത് വെക്കുക. ഒഡീഷയിലാണ് സ്ഥാപിതമാവുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടൽ കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച റാങ്ക് ഫെയിൽ ആയിട്ടുള്ള ടാലന്റിന്റെ റാങ്ക് ഫെയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കടകളിൽ നേരിട്ട് ചെന്നാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ ഒരു ബുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് വാങ്ങിക്കുക. നിങ്ങൾക്ക് അത്രയും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ബുക്കാണ് ടാലന്റിന്റെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ. ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്നാണെങ്കിലും കടകളിൽ നിന്നാണെങ്കിലും ബുക്ക് സ്റ്റോളുകളിൽ നിന്നും ഈ ഒരു ബുക്ക് ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇനി മറ്റൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. ഖാൻ ക്വസ്റ്റ് 2026 വേദി എവിടെയെന്നാണ്? മംഗോളിയയാണ് വേദിയാവുന്നത്. മംഗോളിയയാണ്
എന്താണ് ഖാൻ ക്വസ്റ്റ് 2026 വേദിയാവുന്നത്. അപ്പോൾ ഇതൊരു മിലിറ്ററി അഭ്യാസമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ത്യയും ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയും എന്താണ് ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ്. ഖാൻ ക്വസ്റ്റ് 2026 വേദിയാണ് നമ്മൾ നോക്കിയത്. മംഗോളിയയാണ് വേദിയാവുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിന് 4 വർഷത്തെ വിലക്ക് ലഭിച്ച ചെക്ക് റിപ്പബ്ലിക്കൻ ടെന്നീസ് താരം ആരെന്നാണ് നോക്കുന്നത്. അപ്പോഴൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആരാണ്? മാർക്കറ്റ വോൺഡ്രോസോവയാണ്. ആരാണ്? മാർക്കറ്റ വോൺഡ്രോസോവ എന്താണ് 4 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്ത് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞു ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ടെന്നീസ് താരമാണ് ആരാണ്? മാർക്കറ്റ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. മാത്രമല്ല ചെക്ക് റിപ്പബ്ലിക്കാണ് രാജ്യമായിട്ട് വരുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് 2023 എന്താ വിംബിൾഡൺ സിംഗിൾസ് നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. ആരാണ്? മാർക്കറ്റ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനെ തുടർന്ന് 4 വർഷത്തെ വിലക്ക് ലഭിച്ചിരിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ടെന്നീസ് താരമായിട്ടുള്ള മാർക്കറ്റയ്ക്ക്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ ആരെന്നാണ് നോക്കുന്നത്. ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാനുവൽ ന്യൂയർ ആണ്. ആരാണ്? മാനുവൽ ന്യൂയർ ആണ് ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. എന്താണ്? ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ ആയിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം. ഫ്രാൻസ് താരമായിട്ടുള്ള ഹ്യൂഗോ ലോറൻസിനെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡിന് ഉടമ ആരായിരുന്നു? ഹ്യൂഗോ ലോറൻസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് ആരാണ്? മാനുവൽ ന്യൂയർ ഈ ഒരു എന്താണ് ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ 2026 ഫിഫ ലോകകപ്പ് എന്താണ് ഐവറി കോസ്റ്റിനെതിരായിട്ട് ജർമ്മനിക്ക് വേണ്ടിയിട്ട് കളിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതായത് ഫിഫ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ച വ്യക്തി ആരാണെന്ന് ഓർത്ത് വെക്കുക. മാനുവൽ ന്യൂയർ ആണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. എന്താണ്? ഫിഫ പുരുഷ ലോകകപ്പിൽ 1000 മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. എന്താണ്? 1000 മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഒരു 1000 മത്സരം പൂർത്തിയായത് ട്യൂണീഷ്യ അതേപോലെ ജപ്പാനുമായിട്ടുണ്ടായിരുന്ന മത്സരത്തിലാണെന്നാണ് ഈ ഒരു 1000 മത്സരങ്ങൾ പൂർത്തിയായത്. അപ്പോൾ എന്നാണ് ആദ്യത്തെ മത്സരം നടന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഫിഫ പുരുഷ ലോകകപ്പിന്റെ ആദ്യത്തെ മത്സരം നടന്നതെന്നാണ് 1930-ലാണ്. 1930-ലാണ് ആദ്യത്തെ മത്സരം, ആദ്യത്തെ ഗെയിം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1000 മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു 1000 മത്സരം പൂർത്തിയായത് ഏത് മത്സരങ്ങൾ, ആരൊക്കെ തമ്മിലുള്ള മത്സരങ്ങൾ തമ്മിലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ട്യൂണീഷ്യയും അതേപോലെ ജപ്പാനും തമ്മിലുള്ള മത്സരത്തിലാണ് 1000 മത്സരങ്ങൾ, ഫിഫ പുരുഷ ലോകകപ്പിന്റെ 1000 മത്സരങ്ങൾ പൂർത്തിയായത്. ഇനി ഫിഫ പുരുഷ ലോകകപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ പറയുകയാണ്. ഈ ഒരു മത്സരത്തിൽ, അതായത് ഫിഫ പുരുഷ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായിരിക്കുകയാണ്. ആരാണ്? ലയണൽ മെസ്സി എന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ലയണൽ മെസ്സി എന്താണ് ഈ ഒരു നേട്ടം കൈവരിച്ച റെക്കോർഡിനൊപ്പം എത്തി, മറ്റൊരു താരത്തിനൊപ്പം എത്തി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. ജർമ്മൻ താരമായിട്ടുണ്ടായിരുന്ന മിറോസ്ലാവ് ക്ലോസയുടെ എന്താണ് റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയായിരുന്നു ലയണൽ മെസ്സി. ഇപ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസം ഓസ്ട്രിയക്കെതിരായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന, ഓസ്ട്രിയയും അതേപോലെ തന്നെ അർജന്റീനയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ലയണൽ മെസ്സി വീണ്ടും ഗോളുകൾ നേടുകയും അതേപോലെ ഈ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. അവർ തമ്മിലുണ്ടായിരുന്ന ഒരു സമനില, ഈ റെക്കോർഡിലുണ്ടായിരുന്ന സമനില മറികടന്നുകൊണ്ട് മെസ്സി എന്താണ് ഈ ഒരു പുരുഷ ലോകകപ്പിൽ, ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ റെക്കോർഡ് എപ്പോൾ വേണമെങ്കിലും എന്താണ് മാറാനായിട്ട് സാധ്യതയുള്ളതാണ്. കാരണം തൊട്ട് പിന്നാലെ എന്താണ് എംബാപ്പെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം പൂർത്തിയാകുമ്പോഴേക്കും ഈ റെക്കോർഡ് മാറാനായിട്ട് സാധ്യത ഉള്ളതാണ്. വളരെ ദൂരത്തിലല്ല എംബാപ്പെ ഉള്ളത്. അതുകൊണ്ട് ഇതിലൊരു അപ്ഡേഷൻ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. നിലവിൽ എന്താണ് ഫിഫ പുരുഷ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരായിരിക്കുകയാണ്? മെസ്സി ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2026 ജൂണിൽ അന്തരിച്ച പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ആരെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കുക. അലൻ ഗ്രീൻസ്പാൻ ആണ്. അപ്പോൾ അദ്ദേഹം എന്നാണ് അന്തരിച്ചതെന്ന് ഓർത്ത് വെക്കുക. 2026 ജൂണിലാണ്. ഇനി പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. US ഫെഡറൽ റിസർവിന്റെ ചെയർമാനായിട്ട് വളരെ അധികം കാലം ആ ഒരു സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആരാണ്? അലൻ ഗ്രീൻസ്പാൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ എന്താണ് US-ന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ
വിദഗ്ധനാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 2026 ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കാണ്. അപ്പോൾ ടാലന്റ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ബുക്കിന്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. നിങ്ങൾക്ക് 180 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു ബുക്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഫയർമാൻ ഡ്രൈവർ, CEO ഡ്രൈവർ, APO ഡ്രൈവർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബുക്ക് വെച്ച് തന്നെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോർ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2026 ജൂണിൽ വാട്സ്ആപ്പ് ഗ്ലോബൽ മേധാവിയായി നിയമിതനായത് ആരെന്ന് നോക്കി കുനാൽ ഷായാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ജൂണിൽ ഇന്ത്യ അണ്ടർ 18 വോളിബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്നാണ്. നോട്ട് ചെയ്ത് വെക്കുക, ടോം ജോസഫ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ജൂണിൽ കൊളംബിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് രാജ്യത്തിന്റെയാണ്? കൊളംബിയയുടെയാണ്. ആബെലാർഡോ ഡി ലാ എസ്പിരിയല്ല എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കൊളംബിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരെന്നാണ്. തുഷാർ മേത്തയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 3 വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ കേരളത്തിലുള്ള കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് നോക്കിയത്. ട്രൈ ബാൻഡ് എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കേരളത്തിലെ തദ്ദേശീയ മേഖലയിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ ഇനി വരുന്ന ഓണത്തിന് വേണ്ടിയിട്ട് പാലക്കാട് മേഖലയിലെ ആദിവാസി സ്ത്രീകൾ ചേർന്നുകൊണ്ട് പ്രകൃതിദത്തമായ വർണ്ണങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കടലുണ്ടി റെയിൽ ദുരന്തത്തിന് 25 വർഷമായി എന്നുള്ള കാര്യമാണ്. അപ്പോൾ 2001 ജൂൺ 22-നാണ് ഈ ഒരു ട്രെയിൻ അപകടം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെന്താണ് 50-ൽ കൂടുതൽ ആളുകളാണ് അന്തരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദുരന്തം നടന്നിട്ട് 25 വർഷമാവുകയാണ് 2026. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയാണ്. ന്യൂഡൽഹി ആയിരുന്നു വേദിയായി വന്നത്. ബ്രിക്സും അതേപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും തമ്മിലുണ്ടായിരുന്ന ഒരു മീറ്റിംഗ് ആണ്. ഈ ഒരു മീറ്റിംഗിന്റെ വേദി എവിടെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ന്യൂഡൽഹിയാണ് വേദിയായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സ്കെയിൽ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. ഒഡീഷയിലാണ് ഈ ഒരു പദ്ധതി സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി സ്ഥാപിതമാവുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു അഭ്യാസത്തിന്റെ വേദിയായിരുന്നു. മംഗോളിയാണ് വേദിയായി വരുന്നത്. ഖാൻ ക്വസ്റ്റ് 2026 വേദിയാണ്. മംഗോളിയാണ് വേദിയാവുന്നത്. ഇന്ത്യയും ഈ ഒരു മിലിറ്ററി അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിന് 4 വർഷത്തെ വിലക്ക് ലഭിച്ച ചെക്ക് റിപ്പബ്ലിക് ടെന്നീസ് താരം ആരെന്നാണ്. ഓർത്ത് വെക്കുക, മാർക്കറ്റ വോൺഡ്രോസോവയാണ്. അപ്പോൾ അവർക്ക് 4 വർഷത്തേക്കാണ് വിലക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി 2023 വിംബിൾഡൺ സിംഗിൾസ് നേടിയ വ്യക്തി കൂടിയായിരുന്നു ആരാണ്? മാർക്കറ്റ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 പോയിന്റുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ ആയത് ആരാണെന്ന് ഓർത്തു വെക്കുക, മാനുവൽ ന്യൂയർ ആണ്. അതേപോലെ തന്നെ ഫിഫ പുരുഷ ലോകകപ്പിൽ 1000 മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഈ 1000 മത്സരങ്ങൾ പൂർത്തിയായത് ട്യൂണീഷ്യ വേഴ്സസ് ജപ്പാൻ മത്സരത്തിലൂടെയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കിയത് മെസ്സിയുടെ പുതിയ ഒരു റെക്കോർഡാണ്. ഫിഫ പുരുഷ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരായിരിക്കുകയാണ്? മെസ്സിയാണ് നിലവിൽ. ഉടൻ തന്നെ ഇതിലൊരു അപ്ഡേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 ജൂണിൽ അന്തരിച്ച പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനാരാണ്? അലൻ ഗ്രീൻസ്പാൻ ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്ന് ഓർത്തു വെക്കുക. 2026 ജൂണിലാണ് അന്തരിച്ചത്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. US ഫെഡറൽ റിസർവിന്റെ ചെയർമാനായിട്ട് വളരെയധികം കാലം അദ്ദേഹം ആ ഒരു പൊസിഷൻ വഹിച്ച വ്യക്തി കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡ് 2026 2025 മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. ഓപ്ഷൻ എ കിഷോർ ജന, ഓപ്ഷൻ ബി നീരജ് ചോപ്ര, ഓപ്ഷൻ സി നവദീപ് സിംഗ്, ഓപ്ഷൻ ഡി രമൺദീപ് സിംഗ്. അടുത്ത ചോദ്യം ഇതാണ്. അടുത്തിടെ മലയാള ചലച്ചിത്ര താര സംഘടനയായ അമ്മയിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ്. ഓപ്ഷൻ എ ലക്ഷ്മി പ്രിയ, ഓപ്ഷൻ ബി ഹൻസിബ, ഓപ്ഷൻ സി ശ്വേത മേനോൻ, ഓപ്ഷൻ ഡി കുക്കു പരമേശ്വരൻ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. 2026 പുറത്തുവിട്ട ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൽ ഒന്നാമതുള്ളത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, സിലിക്കൺ വാലിയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു. ആഗോള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കർഷകരുടെ ക്ഷേമം മുൻനിർത്തി കാർഷിക മേഖലയെ ആധുനികീകരിക്കാനും ലക്ഷ്യമിട്ട് 2026 നടത്തിയ പ്രഖ്യാപനം ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്,
ഇൻഡോർ പ്രഖ്യാപനമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.